ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൊടൈക്കനാൽ ഡേ 2ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷായി ഞങ്ങളിതാ ഇറങ്ങിയേക്കാണ്. റൂമൊക്കെ വെക്കറ്റിയിട്ടാട്ടോ ഇറങ്ങിയത്. ഇവിടെ നിന്നൊരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് തിരിക്കണം. അപ്പം ഇന്ന് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കാണുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ ഗുണ കേവ് അതൊക്കെ കാണാമെന്ന് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഫസ്റ്റ് സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാട്ടോ. അപ്പോൾ ദേ നമ്മൾ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇവിടെ അധികം ഒന്നും കാണാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല പോലത്തെ സംഭവം തന്നെ കാണാനുള്ളൂ. പക്ഷെ മഞ്ഞ് കണ്ടോ, അടിപൊളി വ്യൂ ആയിരുന്നു. ഇങ്ങനെ കോട ഇങ്ങനെ പോയി വന്ന് നിൽക്കായിരുന്നു. അപ്പോൾ ദേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. 3 ആനകളുടെ പ്രതിമയുണ്ട്. പിന്നെ നമ്മൾ നേരെ പോണത് ഈ കാണുന്ന ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോടയൊക്കെ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കോടയും മലയൊക്കെ ആകുമ്പോൾ സൂപ്പർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല, വേറെ ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ നേരെ പോണത് ഗുണ കേവ് കാണാനായിട്ടാണ്. അവിടെ അത്യാവശ്യത്തിലേറെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് എപ്പോൾ വന്നാലും അങ്ങനെ തന്നെയാണ്. ഗുണ കേവിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചുറ്റും കണ്ടിങ്ങനെ നിൽക്കുകയാണ്. നിറച്ച് കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പം അവിടെ ഒരു ചെറിയൊരു കുട്ടീനെയും കൊണ്ടൊരു കുരങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മേലെ കയറണോ വേണ്ടേന്ന് വെച്ച് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കാറുന്നു. ലാസ്റ്റ് അങ്ങോട്ട് കയറി. അപ്പം ഈ കുരങ്ങന്മാരുള്ള കാരണം കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ ബാഗൊക്കെ ഉണ്ടായി, ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ബാഗും അവരിങ്ങനെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിൽ നിന്നും. ഇപ്പം നമ്മൾ മേലെ കയറി ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മളത് കണ്ടത്. ഒരു ചേച്ചി ഒരാളുടെയാന്ന് ലേഡിയുടെയാന്ന് തോന്നുന്നു. ഒരു ബാഗ് കുരങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് മരത്തിൻ്റെ മേലെ കൊണ്ട് നിർത്തിയതിന് ശേഷം ആൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും താഴത്തോട്ട് ഇടാട്ടോ. കാശും അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് താഴത്ത് കൊടുക്കുകയാണ്. പൈസയൊക്കെ ഇങ്ങനെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പം എല്ലാവരും താഴെ നിന്ന് ഒച്ചെടുക്കണൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഫുള്ള് ബാഗ് കുടഞ്ഞ് ഏറ്റവും അവസാനം എല്ലാം ഇട്ടതിന് ശേഷം ബാഗും ആളിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങൻ്റെ അഭ്യാസങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാട്ടോ. അപ്പോൾ ഇവിടെയും അത്യാവശ്യം കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. റോട്ടിലും വണ്ടിയുടെ മേലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കുതിരകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർ ഹെഡ് എന്തോ 200 300 അങ്ങനെ എന്തോ ആയിരുന്നു. കറക്റ്റ് ഓർമ്മയില്ല അത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൈഡ് കയറാമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ കയറിയൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നടന്നിട്ട് ചുറ്റും നടന്ന് മെയിനായിട്ട് എന്താ ഫോട്ടോസ് വീഡിയോസ് തന്നെ എടുക്കുക, അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു. പിന്നെ അധികം സ്ഥലങ്ങളൊന്നും കാണാൻ നിന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് പഴനിക്കാണ്. വന്ന വഴിക്ക് ഇത് ജസ്റ്റ് പർച്ചേസിന് വേണ്ടി മാത്രം കയറിയതാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മൊട്ടടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങൾ വരണ വഴിക്ക് ഒരു പർച്ചേസിങ് ടൈം പോലെ 1 മണിക്കൂർ എടുത്തതാണ് ഇവിടെ. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഇറങ്ങി ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് മെയിനായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ മൊട്ടടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര മണിക്ക് വരണം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് മലയുടെ അടിയിൽ വന്നിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോന്നു. പിന്നെ വന്ന വഴിക്ക് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും അവരുടെയൊന്നും അധികം അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായി. കാരണം അയാനെയും കൊണ്ട് ഇങ്ങനത്തെ കടലൊക്കെ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. കരയാ അങ്ങനെയൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താലൊന്നും അവനത് പിടിക്കുകയുമില്ല. ലാസ്റ്റ് ഞങ്ങൾ വണ്ടിയിൽ കയറുന്ന സമയമായപ്പോഴാണ് ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ഇപ്പം നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് നാട്ടിൽ വേറെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.